ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഇതിനകത്ത് അരിപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഉഴുന്നില്ല, കടലമാവില്ല, ഇതൊന്നും ചേർക്കുന്നില്ല. അതുമാത്രമല്ല, ചൂടോടെ തന്നെ ഇത് കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യം നമ്മൾക്കില്ല. ആദ്യമായിട്ട് മുറുക്കുണ്ടാക്കുന്നവരാണെങ്കിൽ പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാനിതിവിടെ വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വറുത്ത അരിപ്പൊടി വെച്ചിട്ട് നമ്മൾ മുറുക്കുണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ക്രിസ്പിയായിട്ട് നമ്മൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ഇതേപോലത്തെ കുറച്ച് വലിയ നോൺ സ്റ്റിക്ക് പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിൽ 2 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ 250 ml കപ്പില്ല എങ്കിൽ ഗ്ലാസ്സിലെടുത്താലും മതി. അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ ബാക്കി ചേരുവകളെല്ലാം അളന്നെടുക്കുക. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള അരിപ്പൊടി നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന തരിയില്ലാത്ത വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പുട്ടുപൊടി എടുക്കരുത്. പുട്ടുപൊടി വെച്ച് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും ശരിയാവത്തില്ല. ഇതേപോലത്തെ തരിയില്ലാത്ത വറുത്ത അരിപ്പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇതേപോലത്തെ ഒരു വുഡൻ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ഇളക്കി കൊടുക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല. നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 2 ടേബിൾ സ്പൂൺ വെണ്ണയാണ്. അത് റൂം ടെമ്പറേച്ചറിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളത്തിൻ്റെ മുകളിലെങ്ങാനും വെച്ച് ഇതേപോലെ ഒന്ന് ഉരുക്കിയെടുത്തിട്ട് ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടെ വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി വേണ്ടത് നമ്മളിതെല്ലാം കൂടെ പുട്ടിൻ്റെ പൊടി നനയ്ക്കുന്ന പോലെ നനച്ചെടുക്കണം. വെണ്ണ നല്ലപോലെ മിക്സാക്കി എടുക്കണം. നല്ലപോലെ മിക്സാക്കി എടുക്കുമ്പോഴാണ് മുറുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. എത്രയും കൂടുതൽ നേരം നമ്മൾ മിക്സാക്കി എടുക്കുന്നോ അത്രയും ക്രിസ്പി ആയിട്ട് ഈ മുറുക്ക് കിട്ടും. ഇപ്പോൾ ദാ ഞാനിതിവിടെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് സമയം എടുത്തിട്ടാണ് മിക്സാക്കി എടുത്തത്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ അരിപ്പൊടി എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് അരിപ്പൊടിക്ക് 1.25 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതായത് 2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇത് ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നല്ല പോലെ ഇളക്കിയെടുക്കുക. കട്ടയൊന്നും തീരെ ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളിത് ഇളക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ ദാ ഞാനിതിവിടെ എല്ലാം കൂടെ നല്ല പോലെ ഇളക്കിയെടുക്കുന്നുണ്ട്. കട്ടയൊന്നും തീരെ ഇല്ലാതെ ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് മിക്സാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. വേണ്ടാന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഇത്രയും നേരം നമ്മൾ സ്റ്റവ് ഓണാക്കാതെയാണ് ഇതെല്ലാം ചെയ്തത്. ഇനി നമ്മൾ നേരെ ഇത് അടുപ്പത്തോട്ട് വെക്കാൻ പോവാണ്. ആദ്യമേ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം കൈവിടാതെ തന്നെ ഇത് ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് ഇതേപോലെ കുറുകി വരാൻ തുടങ്ങും. നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രം എടുത്തത് കൊണ്ട് തന്നെ അടിയിലൊന്നും തീരെ ഒട്ടിപ്പിടിക്കത്തില്ല. കുറച്ച് കട്ടിയായിട്ട് തോന്നിയാലും കുഴപ്പമില്ല. അവസാനം ആകുമ്പോഴത്തേക്കും നല്ല പോലെ ഇത് മിക്സായി കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത്രയും കുഴഞ്ഞു വന്നാൽ തീ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. ചപ്പാത്തിക്കൊക്കെ നമ്മൾ മാവ് കുഴയ്ക്കുന്ന പോലെ ഒരു സിംഗിൾ ബോളായിട്ട് ഇത് കിട്ടും. നമ്മൾ ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി. ഒരു വുഡൻ സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ആക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഇത് കുഴഞ്ഞു കിട്ടും. ഇപ്പോൾ ഇതിവിടെ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിവിടെ ഏതാണ്ടൊക്കെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ എള്ളും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ചൂടുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ മിക്സായി കിട്ടും. നന്നായി മിക്സായി കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് കുറച്ച് ചൂടാറിയിട്ട് വേണം നമ്മൾക്ക് മുറുക്കുണ്ടാക്കാൻ തുടങ്ങാനായിട്ട്. അടച്ചു വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആവി വെള്ളം ഇതിനകത്തേക്ക് വീഴരുത്. ഇടയ്ക്കിടയ്ക്ക് മൂടിയും തുറന്നിട്ട് ആവി വെള്ളം കളഞ്ഞു കൊടുക്കണം. ഇനി നമ്മൾ മുറുക്കുണ്ടാക്കാനായിട്ട് നമ്മളുടെ സേവനാഴി എടുത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ തേച്ച് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തേക്കും എണ്ണ തേച്ച് കൊടുക്കുക. അച്ചിൻ്റെ മുകളിലും ഒക്കെയും എണ്ണ തേച്ച് കൊടുക്കാം. മുറുക്കുണ്ടാക്കുന്ന അച്ച് പല ടൈപ്പുണ്ട്. ഞാനിപ്പം ഇവിടെ സിംഗിളായിട്ടുള്ള അച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 എണ്ണത്തിൻ്റെയൊക്കെ അച്ചിട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തീരും. നമ്മൾ നേരത്തെ ഇവിടെ മാവ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം കുറച്ച് സമയമായിട്ടുണ്ട്. അതിൻ്റെ ചൂടെല്ലാം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് കയ്യിൽ കുറച്ചും കൂടെ എണ്ണ തേച്ചതിന് ശേഷം എല്ലാം കൂടെ ഒറ്റ ബോളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഒരുപാടൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ലപോലെ കുഴഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. മാവെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുറുക്കുണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ തയ്യാറാക്കിയ മാവിന്ന് ഒരു ഭാഗം ഇതേപോലെ എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അധികമുള്ള മാവ് നമ്മൾക്ക് മറ്റേ മാവിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കാം.
ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഈ മുറുക്കിൻ്റെ മാവ് ഓരോ പ്രാവശ്യം എടുത്തു കഴിഞ്ഞാലും ഇതപ്പം തന്നെ അടച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയി പോവും. നമ്മളിത് ഫില്ല് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഇത് വറക്കാൻ ആവശ്യമായിട്ടില്ല വെളിച്ചെണ്ണയും കൂടെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയോ ഓയിലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പം ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി നമ്മൾക്ക് മുറുക്കുണ്ടാക്കി വെക്കാനായിട്ട് ഇതേപോലെ ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു തട്ടിലോ എണ്ണ തേച്ചിട്ടൊന്ന് വെക്കുക. എന്നിട്ട് വേണം അതിനകത്തേക്ക് നമ്മൾ മുറുക്ക് പിഴിഞ്ഞ് വെക്കാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ഒരു പ്ലേറ്റിൽ എണ്ണ തേച്ചതിന് ശേഷം മുറുക്ക് അതിലേക്ക് പിഴിഞ്ഞ് വെക്കുന്നത്. നമ്മൾ ഇതേപോലെ മുറുക്കുണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പൊട്ടുന്നുണ്ട് എങ്കിൽ വെള്ളം കൂടിപ്പോയി എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇനി വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും, നമ്മൾക്ക് പെട്ടെന്ന് പിഴിയാനും പറ്റത്തില്ല. നമ്മളിവിടെ കുഴച്ചെടുത്ത മാവിന് വെള്ളം കറക്റ്റാണ്, ഇതിടയ്ക്ക് പൊട്ടിപ്പോകുന്നൊന്നുമില്ല. അപ്പം ഇതേപോലെ വേണം കിട്ടാനായിട്ട്. ഇനി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ എണ്ണ തേച്ചിട്ട് മുറുക്ക് അതിലേക്ക് പിഴിഞ്ഞു വെച്ചാലും മതി. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മുറുക്ക് ഓരോന്നായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ മുറുക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോഴാണിത് കറക്റ്റായിട്ട് കിട്ടുക. അല്ലെങ്കിൽ നമ്മളുടെ മുറുക്ക് അത്രയും ശരിയായിട്ട് കിട്ടത്തില്ല. എല്ലാ മുറുക്കും ഇട്ട് കൊടുത്തതിന് ശേഷം തീ കുറച്ചൊന്ന് കുറച്ച് വയ്ക്കാം. എന്നാലാണിത് കറക്റ്റായിട്ട് മുരിഞ്ഞ് കിട്ടുക. മുറുക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ കൂട്ടി വെക്കണം. ഇനി മുറുക്ക് മൊരിയിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഇത് തുടരുത്. മുറുക്ക് തനിയെ പൊങ്ങി വരും. അങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം മാത്രമേ നമ്മളിത് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ഇനി തീ കുറച്ച് വെച്ചതിന് ശേഷം ഇത് തിരിച്ചും മറിച്ചുവിട്ട് മൊരിയിച്ചെടുക്കാം. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ പതയെല്ലാം നല്ലപോലെ പോകും. ഇത് മൊരിഞ്ഞ് വരുംതോറും ഇതിൻ്റെ പത നല്ലപോലെ കുറഞ്ഞു കുറഞ്ഞു വരും. ഞാനിപ്പം ഇവിടെ സിംഗിളായിട്ട് ഉണ്ടാക്കുന്ന അച്ചായതുകൊണ്ടാണ് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ എടുക്കുന്ന അച്ച 3 എണ്ണത്തിൻ്റെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എണ്ണയിലോട്ട് തന്നെ പിഴിഞ്ഞു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് കുറേ എണ്ണം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത ട്രിപ്പ് നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൻ്റെ പതയെല്ലാം പോയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾക്കിനി മുറുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇത് കറക്റ്റായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഒരു ട്രിപ്പ് ഇട്ട് കൊടുത്തത് മുരിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾക്ക് അടുത്ത ട്രിപ്പിനുള്ളത് പിഴിഞ്ഞ് റെഡിയാക്കി വെക്കാം. എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് പിഴിഞ്ഞ് വെക്കേണ്ട ആവശ്യമില്ല. അപ്പം അതും ഡ്രൈ ആയി പോകും. അതുകൊണ്ട് ഒരു ട്രിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത ട്രിപ്പ് പിഴിഞ്ഞ് വെച്ചാൽ മതി. ഇനി ആദ്യമായിട്ട് മുറുക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും 1 കപ്പ് അരിപ്പൊടി മാത്രം എടുത്തിട്ട് ചെയ്യുക. എപ്പോഴും നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചില ടൈപ്പ് അരിപ്പൊടിക്ക് വെള്ളം കൂടുതൽ വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1 കപ്പ് അരിപ്പൊടി മാത്രം എടുത്തിട്ട് ആദ്യം ട്രൈ ചെയ്യുക. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുക എത്ര വെള്ളമാണ് വേണ്ടതെന്നുള്ളത്. ഞാനിവിടെ എടുത്ത അരിപ്പൊടിക്ക് 1 കപ്പിന് 1.25 കപ്പ് വെള്ളമാണ് കറക്റ്റ്. ഇപ്പോൾ നമ്മളുടെ മുറുക്കെല്ലാം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. പെട്ടെന്നൊരു ഈവനിങ് സ്നാക്ക് വേണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മുറുക്കും കൂടിയാണിത്. കാരണം നമ്മൾ ഇതിനകത്ത് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഉഴുന്ന് ചേർക്കേണ്ട, കടലമാവ് വേണ്ട, ഇതൊന്നുമില്ലാതെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ. ഈ രീതിയിൽ മുറുക്കുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്